ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ട് റെസിപ്പിയാണ്. ആദ്യം തന്നെ കുറച്ച് 1 കിലോ ചിക്കനാണ് എടുക്കുന്നത്. അത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. നല്ല ചിക്കൻ കറി അല്ലാതെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൈനീസ് ഡിഷാണ് ഇന്ന് വെക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. ആദ്യം തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഉണ്ടല്ലോ, എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കോൺഫ്ലോർ ഉണ്ടല്ലോ, കുറച്ച് ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കോൺഫ്ലോർ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. മുട്ട പൊട്ടിച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ ചിക്കന് നല്ല ടേസ്റ്റ് കിട്ടും. ഞാൻ ഉപ്പിടാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു മണിക്കൂറോളം ഇരിക്കുകയാണെങ്കിലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അതിനുശേഷം ഫ്രൈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാനൊരു അരമണിക്കൂറേ വെച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടും. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഫ്രൈ ആക്കാതെ ഒരു മീഡിയം, ഒരുപാട് മൊരിഞ്ഞു പോകാതെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മൾ കോൺഫ്ലോർ ഇട്ടുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഒരുപാട് ക്രിസ്പി ആക്കാതെ ഒരു നോർമൽ ഫ്രൈ ചെയ്തെടുത്ത് അതൊന്ന് കുറച്ച് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കേണ്ടതാണ്. ഇതിപ്പോൾ ഞാനത് തിരിച്ചിടുകയാണ്. ഒരുപാട് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഡ്രൈ ആയാൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് നമുക്ക് കിട്ടില്ല. ഇതങ്ങനെ ഞാൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ചിക്കൻ കറിയിൽ വേറൊരു ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഇതാ ചിക്കൻ ഒരു മൊരിഞ്ഞ് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു സോസാണ് ഉണ്ടാക്കുന്നത്. ഞാനൊരു 2 കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തേക്കുന്നത്. 2 പാക്കറ്റിൻ്റെ, ചെറിയൊരു പാക്കറ്റിൻ്റെ 2 കെച്ചപ്പാണ് എടുത്തേക്കുന്നത്. അതൊരു ബൗളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കട്ടിയുള്ള സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറിയൊരു സോസ് റെഡിയാക്കി എടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കറക്റ്റാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്നത് അത് കോരി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിടുക. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സോസിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ ഫ്രൈ ആണ്. ചൈനീസ് ആൾക്കാരൊക്കെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചൈനീസ് ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നമ്മൾ ചിക്കൻ ഫ്രൈയും ചിക്കൻ കറി അങ്ങനെ പല വെറൈറ്റീസ് ആണെങ്കിലും ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റിയാണ്. ഒരു വട്ടമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതെല്ലാം മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിടുന്നുണ്ട്. അതിനുശേഷം അത് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയൊന്നെടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളക് ക്രഷ് ചെയ്തിട്ട് വറ്റൽമുളക് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വീറ്റും എരിവും കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സോസും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നല്ല കുറുകി വരുന്ന പരുവത്തിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല കുറുകി പരുവത്തിന് വന്നിട്ടുണ്ട്. അതിലേക്ക് ചിക്കനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം അത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സോളം ആ സോസിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. എങ്കിലേ ആ സോസിലെല്ലാം ചിക്കനിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ്സോളം അടച്ചൊന്ന് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ്റെ ഡ്രൈ ആയിട്ടുള്ള ചെറിയൊരു ഗ്രേവിയും കിട്ടും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.